നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 34 ശ്ലോകം 10. ഭൂയതന്നീം വിചിന്വന്നഹൃതകശമുഖസ്തദ്വധൂം മധ്വധേനേത്യുക്ത്വായാതേ ജടായൗ ദിവമഥ സുഹൃത പ്രാതനോ പ്രേതകാര്യം ഗൃഹാനം തം കബന്ധം ജഘമിഥ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും വൃഷമുദിതമനാഃ പാഹി വാതാലയേശ. ഭൂയഃ തന്മീം ഭൂയസ്തന്മീം വിചിന്വൻ അഹൃതഃ വിചിന്വന്നഹൃത ദശമുഖഃ ത്വത് വധൂം ദശമുഖസ്ത്വദ്വധൂം മത് വധേന ഇതി ഉക്ത്വാ മദ്വധേനേത്യുക്ത്വാ മദ്വധേനേത്യുക്ത്വാ യാതേ ജടായൗ ദിവം അഥ ദിവമഥ സുഹൃദഃ പ്രാതനോഃ പ്രേതകാര്യം ഗൃഹാനം ഗൃഹ്ണാനം, അതിനേക്കാളും നല്ലത് ഗൃഹാനം ഗൃഹാനം തം കബന്ധം ജഘമിഥ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തഃ വാദസൂനും വൃഷമുദിതമനാഃ പാഹി വാതാലയേശ. ഹരേ കൃഷ്ണ. പൊന ശ്ലോകത്തില് മാരീച വധം കഴിഞ്ഞ് തിരുമ്പി വറ രാമലക്ഷ്മണ அப்படிங்கிறது பார்த்தோம். திரும்பி வந்து ப்ரூயஹ தன்னியும் விசின்வன், அதுக்கப்புறம் அந்த சீதாதேவிய தேடிந்து போறா ரெண்டு பேரு, ராமலக்ஷ்மண ரெண்டு பேரு. போற வழியில ஜடாயுவை பார்க்கறா. தசமுகஹ மத்வதேன தத்வதூம் அஹ்ருதா இதி உக்த்வா ஜடாயோ திவம் யாதே. ஜடாயுவை பார்த்தப்போ ரொம்ப ചിറകെല്ലാം പോയി കീഴെ വിഴുந்து കിടക്ക്. ജടായു பார்த்தப்போ ജടായു കടശി ശ്വാസത്തെ പിടിച്ചു വെച്ചിരുന്നിരിക്ക്. രാമനെ പാത്ത് ഇതെല്ലാം ചൊല്ലിയിട്ട് വേണം തന്നോട് ഉശിര വിടത്തേക്ക് മുമ്പ് ചൊല്ലുന്നത്. രാവണൻ ദശമുഖ രാവണൻ മദ്വധേന എന്നോട് ചിറകെല്ലാം അരിഞ്ച് എന്നെ വധം മണ്ണിനத்துக்கு തുല്യമാക്കി ഇങ്ങ പോട്ടിരിക്കാർ. തദ്വധൂ உங்களோடு வதுவ சீதாதேவிய எடுத்துந்து போன அஹ்ருதா அங்கேருந்து எடுத்துந்து போயிருக்கா அப்படின்னு சொல்லி இத்தி உக்துவா அப்படி சொல்லி ஜடாயோ திவம் யாது. അത് കഴിഞ്ഞതും ജടായോട് പ്രാണൻ പോയിട്ടു. ഉടനെ രാമരിക്ക് എന്താ ജടായുക്ക് വേണമെങ്കിൽ സംസ്കാരമെല്ലാം മണറ പങ്കപക്ഷിയാക്കുന്നു, ഇതാക്കുന്നു. മനുഷ്യനെല്ലാം ഒരു വ്യത്യാസമൊന്നും ഇല്ലായിക്ക് ഒരു മൃഗത്ത് കാണാലും വേണമെങ്കിൽ എന്താ ഒരു അവൾക്ക് വേണമെങ്കിൽ ചെയ്യറ കടശി പ്രേതകാര്യം ആർക്ക് ആനാലും പണ്ണണമെങ്കിൽ നിയമമാക്കും. പ്രാണം പോയി കഴിഞ്ഞാൽ ആ പ്രേതകാര്യം പണിയെ ആഹണം. அது பண்ணது ரொம்ப நல்லதுங்கிறதுக்கு இங்க ராமர் காட்டி கொடுக்கிறார். அத துவம் சுஹൃதஹ பிரேதகாரியம் பிரார்த்தனோஹு. அப்படி அந்த ஜடாயுங்கிற சுஹൃத்துக்காக பிரேத சம்ஸ்காராதிகள்லாம் பண்ணி கிருஹானம் தம் கபந்தம் ஜெகநித. அதுக்கப்புறம் கொஞ்சம் கூடி இன்னும் சீதாவை தேடிந்து போகிறது ஒரு கபந்தன் வர. கபந்தனுக்கு வந்து தலை வயத்திலேக்கு, അതിനത് ചാപ്പിടപ്പെട്ട നേരെ വയത്തുക്കുള്ള വീടും വായിക്കുള്ള പൊട്ടാച്ചന് നേരെ വയത്തുക്ക് പോയിക്കണം.
അതിന് കൂടുതൽ ആഹാരത്തില് കൂടുതൽ താല്പര്യം കാണിക്കപ്പെട്ടവനെല്ലാം കബന്ധൻ அப்படின்னு കാണിക്കപ്പെട്ടതായിരുന്നു. அந்த கபந்தனுக்கு மோட்சம் கொடுக்குறாங்க. என்ன இது என்ன ஜந்துன்னே தெரியல அவருக்கு பார்த்துட்டு. முதல்ல கை இருக்கு, கால் இருக்கு, தலை இல்லை. பார்த்தா தலை வயத்து. அப்போ அந்த கபந்தனுக்கு மோட்சம் கொடுக்குறாங்க. பிடிச்சு சாப்பிட போகலாம். രാമലക്ഷ്മണന്മാരെ എടുത്ത് പിടിച്ച് സാപ്പിട അവളെ ഇത് പണി വധം പണി. ഇന്നും പുറത്തെ ഭക്ത ശബരിയെ പാക്കറ പമ്പാതീരത്തില് ശബരിയും പ്രേക്ഷ്യ ശബരിയെ പാത്ത് എത്രയോ വർഷമാ തന്നോട് ഗുരുനാഥർ ചൊല്ലിയിട്ട് പോറാർ. നിങ്കേ ഇതേ ആശ്രമത്തിൽ ഇത് വരുക, രാമലക്ഷ്മണ വരുക, അവൾക്ക് വേണമെങ്കിൽ കൈങ്കര്യം മണ്ണ് கொடு, அதுக்கப்புறம் எனக்கு மோட்சம் அப்படின்னு சொல்கிறா. அந்த கடைசி நாளைக்காக வேண்டி இந்த தினம் நிறைய பழங்கள் பறிச்சு கொண்டு வச்சிருப்பலாம் ശബരിമാതാ. இப்படி ஒரு பக்தி. என்னைக்கு பகவான் வருவர், என்னைக்கு பகவான் இன்னைக்கு வருவர், இன்னைக்கு வருவர் நினைச்சு ஒவ்வொரு நாளைக்கும் பகவானை பார்த்து அப்படி இருக்கா. கடைசியில் அந்த ராமர் வந்து ശബരിയെ பார்த்து ശബരിക്ക് മോക്ഷം കൊടുക്കറ. ശബരി മോക്ഷം முடிஞ்சு அங்கேருந்து നേരെ പമ്പാ തീരத்துக்கு போகிறது. அங்கே പമ്പാ തീരത്തിൽ போகிற സമയത്തിൽ സുഗ്രീവനും ഹനുമാരുമാ அங்கே மலையில் இருக்க. மலையிலேருந்து பார்க்குற സമയത്തിൽ ആരോ 2 പേര് പറയാളെ ആരും தெரியல. ഇപ്പോൾ സുഗ്രീവൻ ഭയന്നൊക്കെ അங்கே ഇരിക്കപ്പെട്ടത്. ബാലി തന്നെ കൊല്ലർത്തുക്കാൻ വേണ്ടി ആരാവ് ചൊല്ലിയ അനുപ്രാളോങ്കറ ഭയത്തിലൊക്കെ അന്നിരിക്ക. സുഗ്രീവൻ ഹനുമാരുടെ ചൊല്ലി അനുപ്പ് നീ പോയി പാര് വലിയിട്ട് அங்கே ஹனுமார் வந்து ஒரு வட்டு வேஷத்தில் வந்து ரொம்ப சாதுரியமாக பேசுவார். சாதுரியமாக பேசுறது பார்க்கறது என்னது ஆறுங்கிறது தெரியும். ரொம்ப சாதுரியமாக பேசி ராமலக்ஷ்மணாளாக்கும் தெரிஞ்சது. அவளையும் கூட்டிந்து 2 பேரையும் தோளில் எடுத்து வச்சது போகிறார். அப்படி இனி அடுத்தது சுக்ரீவ சக்கியத்திலேருந்து அடுத்த தசகத்தில் பார்க்கலாம். ஹரே கிருஷ்ண.